അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ സേമിയ പായസം തയ്യാറാക്കിയെടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പായസത്തിലേക്ക് വേണ്ട സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ പായസം തയ്യാറാക്കാനുള്ള ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കട്ടി കുറഞ്ഞ സേമിയല്ല കേട്ടോ, കുറച്ച് കട്ടിയുള്ള വറുക്കാത്ത സേമിയാണ്. നിങ്ങളെടുക്കുന്നത് വറുത്ത സേമിയാണെങ്കിലും ഇതുപോലെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കളർ മാറിപ്പോവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയാൽ പിന്നെ ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. സേമിയയൊക്കെ ഈ പാത്രത്തിൽ നിന്നും മുഴുവനായിട്ടും മാറ്റി വെച്ച ശേഷം പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ തീ ആദ്യം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. കൂടുതൽ ഡാർക്ക് കളറായി പോകരുത് കേട്ടോ, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. തീ ഇപ്പോൾ തന്നെ കൂട്ടി വെക്കണ്ട കേട്ടോ, നമ്മളിതിൽ പാലൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം തീ കൂട്ടി വെച്ചാൽ മതി. ഇനി ഈ നെയ്യൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ തണുപ്പോട് കൂടിയിട്ട് ചേർക്കരുത്. കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളത് പുറത്ത് വെച്ചിട്ടൊന്ന് തണുപ്പ് മാറ്റിയ ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ അല്ലെങ്കിൽ ടോഫിയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ള നല്ലൊരു സോസായി വന്നിട്ടുണ്ട്. സേമിയ പായസത്തിൽ ഈ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പായസത്തിന്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ സാധാരണ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന അതേ ഇൻഗ്രീഡിയൻസിന് ഇതിലേക്കും ചേർക്കുന്നുള്ളൂ, പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. പാല് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ തീ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് ഉടനെ തന്നെ വേഗം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സേമിയ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനി ഈ സേമിയ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടി പിടിക്കാതെയും തിളച്ച് പോകാതെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ നമ്മൾ നെയ്യിന് പകരം ബട്ടറാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പുള്ള ബട്ടറൊക്കെ ആണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ സേമിയൊക്കെ ഒന്ന് വെന്ത് വരും. ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പായസം ആദ്യം തന്നെ നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കണ്ട കേട്ടോ, അതൊന്ന് ചൂടാറി വരുമ്പോൾ പിന്നെയും കുറുകി വരും. ഇനി ഇതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങി അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ പായസത്തിലേക്ക് ആദ്യം തന്നെ ചേർക്കണമെന്നില്ല.
നമ്മൾ പായസം കുടിക്കാനെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേ കാഷ്യൂനട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പായസം കുടിക്കാനെടുക്കുമ്പോഴേക്ക് ഈ കാഷ്യൂനട്ടൊക്കെ പായസത്തിൽ അങ്ങ് കുതിർന്നു പോകും. കാഷ്യൂനട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് പായസത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പായസം കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ടായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസം. അപ്പോൾ ഇനി സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.